ഹായ് നമസ്കാരം. എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ വോട്ടർമാരോട് എനിക്ക് ചോദിക്കാം, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികൾക്കും നിലമ്പൂർ ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയുണ്ട്. UDF-നാണെങ്കിലും LDF-നാണെങ്കിലും BJP-ക്കാണെങ്കിലും STP-ക്കാണെങ്കിലും സ്വതന്ത്രനായിട്ട് 2-3 ആളുകൾ അതുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടികൾക്കും, മിക്ക കേരളത്തിലെ പാർട്ടികൾക്കും അവിടെ സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ BJP-ക്കും STP-ക്കും ഒരു സെക്യുലറിസ്റ്റിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ എന്തായാലും വോട്ട് കൊടുക്കൂലെന്ന് നമുക്ക് 100% ഉറപ്പാണ്. കാരണം BJP-ൻ്റെ അജണ്ട എന്ന് പറഞ്ഞ് ഹിന്ദുത്വ രാഷ്ട്രം വേണമെന്നുള്ളതാണ് RSS-ൻ്റെ അവരുടെ നിലപാടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ STP-ൻ്റെ നമുക്കറിയാം അവരുടെ നിലപാട് എന്താണെന്നുള്ളത്. അപ്പോൾ രണ്ടും മാറ്റി നിർത്തിയാൽ ബാക്കി 3 ആളുകളാണ് പ്രധാനമായിട്ടും നിലമ്പൂരുള്ളത്. UDF-ന് ആര്യാടൻ ഷൗക്കത്തും LDF-ന് M സ്വരാജും അതുപോലെ തന്നെ നമ്മളെ സ്വതന്ത്രനായിട്ടുള്ള PV അൻവറും. ഇവരെ 3 ആളെടുക്കുമ്പോൾ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യും? സെക്യുലറിൽ വിശ്വസിക്കുന്ന ഒരു സെക്യുലറും അല്ലെങ്കിൽ മതേതര വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരു വോട്ടർ ആർക്കാണ് ഇതിൽ വോട്ട് ചെയ്യുക? നമുക്കറിയാം, ജമാഅത്ത് ഇസ്ലാമി എന്തായിരുന്നു എന്നും അവരുടെ രാഷ്ട്രീയ വാദം എന്താണെന്നും അവരെ കൺസെപ്റ്റ് എന്താണെന്നും ഒക്കെ നമുക്കറിയാം. ഇന്ത്യയിൽ ഒരു മുസ്ലിം രാഷ്ട്രം വേണം എന്ന് പറയുന്നൊരു ടീമാണ് ജമാഅത്ത് ഇസ്ലാമി. അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. ഈ വെൽഫെയർ പാർട്ടി ആർക്കാണ് പിന്തുണ നൽകിയിട്ടുള്ളത്? UDF-നാണ് പിന്തുണ നൽകിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരു സെക്യുലറിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ UDF-ന് വോട്ട് ചെയ്യും? ഈ ജമാഅത്ത് ഇസ്ലാമിനെ പോലുള്ള ഇസ്ലാമിക വർഗീയത ഉള്ള ഇസ്ലാമിക രാഷ്ട്രം വരണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, ചിന്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രതികൂലമായി നിൽക്കുന്ന സെക്യുലറിൽ വിശ്വസിക്കുന്ന ഒരാളെങ്ങനെ ജമാഅത്ത് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യാം? അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിനെ സപ്പോർട്ട് UDF-ന് നൽകുമ്പോൾ എങ്ങനെ നമ്മൾ UDF-നെ സപ്പോർട്ട് ചെയ്യും? അതുപോലെ തന്നെ ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞു, ഇന്നലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഗോവിന്ദമാഷ് CPM എന്തായിട്ട് സഖ്യത്തിലിട്ട് RSS-ഉമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആവശ്യം വന്ന ഇനിയും സഖ്യത്തിൽ ഏർപ്പെടും എന്ന രീതിയിലാണ്. അവർക്ക് ആവശ്യഘട്ടത്തിലൊക്കെ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഇനി ആവശ്യം വന്ന സഖ്യത്തിൽ ഏർപ്പെടും എന്നാണ് ആ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ CPM-ന് വോട്ട് ചെയ്യുക? ഇവിടെ ആരപ്പം മതേതര പാർട്ടിയായി നിലകൊള്ളുന്നത് ആരാ? അപ്പോൾ അൻവർ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? BJP വൽക്കരനാണ് CPM-ൽ നടക്കുന്നത് അൻവർ പറഞ്ഞിരുന്നു. അതായത് BJP-ൻ്റെ ഒരു B ടീമായിട്ടാണ് CPM നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദമാഷിൻ്റെ ഈ പ്രസ്താവന കൂടി വന്നപ്പോൾ നമുക്ക് 100% ശരിയാണ്. അൻവർ LDF-ന്ന് പോരാൻ, അല്ലെങ്കിൽ LDF-ൻ്റെ ഭാഗമായി നിന്ന അൻവർ അതിന് രാജിവെച്ച് പോരാൻ കാരണങ്ങളുണ്ടെന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. CPM-ൽ BJP-ൻ്റെ ആളുകൾ വന്ന് കൂടിയിട്ടുണ്ടെന്നും BJP-ൻ്റെ ഒരു B ടീമായിട്ടാണ് CPM മാറുന്നതെന്നൊക്കെ പറയുമ്പോൾ അർത്ഥത്തിൽ നമുക്കത് ശരിയാകുന്ന രീതിയിലാണ് ഓരോ പ്രസ്താവനകൾ. ഗോവിന്ദമാഷിൻ്റെ പ്രസ്താവന കണ്ടില്ലേ? ആ ഡേറ്റ് ഞാൻ മറന്നുപോയി. 1900 RSS-മായി സഖ്യം ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ RSS-നെ അവർ എതിർക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ എന്തുണ്ടാവും, ആവശ്യഘട്ടം വന്ന RSS-നെ അവർ സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ ഒരു RSS വക്താവായിട്ടാണ് പിണറായി നടക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പല കാരണങ്ങളും RSS-നെ എതിർത്ത് പറയാത്ത ചില കാര്യങ്ങളിൽ RSS-ൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പല നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടാകാം RSS നിലപാടുകൾക്കെതിരെ ശബ്ദിക്കാതിരിക്കുന്നുണ്ട്, ചില സമയത്ത് ശബ്ദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആ നിലപാടുകൾ കാണുമ്പോൾ തന്നെ ഗോവിന്ദമാഷ് പറഞ്ഞത്, ചില സമയത്ത് അവർ ആവശ്യം ഉണ്ടാകുമ്പോൾ അവർ സ്വീകരിക്കില്ല, അത്ത സമയത്ത് തള്ളിപ്പറയും. അപ്പോൾ ആ നിലപാട് നോക്കുമ്പോൾ നിലമ്പൂരിലെ വോട്ടർമാർ, ഒരു സെക്യുലറിൽ വിശ്വസിക്കുന്ന വോട്ടർമാർ ആർക്കാണ് നിലമ്പൂർ വോട്ട് കൊടുക്കുക? അപ്പോൾ PV അൻവർ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? വോട്ടർമാർ ചിന്തിക്കുക ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകണം എന്നുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.